നിലവിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മിലാഫ് കോള നമ്മുടെ കയ്യിലും കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങളോട് ചോദിക്കാനുള്ള ഒരൊറ്റ കാര്യമാണ്, ഇത് നമ്മുടെ കൊക്കക്കോളിനെ മറിച്ചു വിടുമോ എന്നുള്ളതാണ്. എൻ്റെ ഒരു കയ്യിൽ മിലാഫ് കോള ഉണ്ട്, ഒരു കയ്യിൽ കോക്കുണ്ട്. ഇനി ഇത് കുടിച്ചു നോക്കണ മുമ്പ് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം ഏതാ ബെറ്റർ എന്നുള്ളത്. നമ്മുടെ മിലാഫ് കോള വരുന്നത് 240 ml ആണ്, ഇത് വരുന്നത് 320. പക്ഷേ മിലാഫ് കോളക്ക് 120 റുപ്പീസും ഇത് 110 റുപ്പീസാണ് വരുന്നത് കേട്ടോ. ഇതിന് 110 രൂപ ഉണ്ടാവും, നിങ്ങൾ അന്തം വിട്ടുണ്ടാവും. പക്ഷേ ഇതിന് 110 വരുന്നുണ്ട്. ഇത് ഇമ്പോർട്ടഡ് സാധനമാണ്, മലേഷ്യൻ്റെ സാധനമാണ്. അപ്പോൾ അവിടുത്തെ ഒരു ക്വാളിറ്റി ഉണ്ടാവും, അതുകൊണ്ടാണ് ഈ പ്രൈസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ താഴെയുള്ളതൊക്കെ ഉണ്ട് സെയിം ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടും പൊതുവേ. നമ്മുടെ കയ്യിലുള്ള കോക്ക് പലയിടത്തും പല റേറ്റ് ഉണ്ടാവും. പക്ഷേ മിലാഫ് കോള ആ ഒരു 120 അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല. ഇപ്പോൾ നിലവിലിട്ടാ കുറച്ച് മുമ്പ് 320 ഉണ്ടായിരുന്നു, ഇപ്പോൾ ആ സെയിം റേറ്റ് ആണ് 120. ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറൂല. മിലാഫ് കോളിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഇതിന് നോ ആഡഡ് ഷുഗറാണ്. ഇതിൻ്റെ ഡേറ്റ്സ് ഉണ്ടല്ലോ, ഡേറ്റ്സിൻ്റെ ഷുഗർ മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. പക്ഷേ കൊക്കക്കോളക്ക് അങ്ങനെയല്ല. അതൊരു എടുത്ത് പറയേണ്ട ഒരു സംഭവം തന്നെ കേട്ടോ. എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ഇപ്പോൾ നമുക്കിത് പൊട്ടിച്ച് കുടിച്ചു നോക്കാം. എന്താ അഭിപ്രായം എന്നുള്ളത് ശരിക്കും അനുഭവിച്ചറിയണമല്ലോ. അപ്പോൾ ഒന്ന് പൊട്ടിച്ച് കുടിച്ചു നോക്കട്ടോ. കോക്കിൻ്റെ സെയിം ടേസ്റ്റ് അല്ല, പിന്നെ അത്രക്ക് ഷുഗർ ഇല്ല. കോക്കിൻ്റെ അത്ര ഷുഗർ ഇല്ല, അത് നൈസായിട്ടുണ്ട്. കൊള്ളാം. കൊക്കക്കോള പോലെ തന്നെ എന്താ പറയുക, ചിലർ പറയണ്ടേ വൺ ടൈം ആയിട്ട് കുടിക്കാന്നുള്ളത്. പക്ഷെ എന്താ വെച്ചാൽ ഒരു മൈൽഡ് ഫ്ലേവർ, മീൻസ് ഓവർ കൊക്കക്കോളിൻ്റെ അത്രക്ക് ആ ഫ്ലേവറാണ് കുത്തുന്നില്ല. കോക്കിൻ്റെ ആഡഡ് ഷുഗറാണ്, ഇത് ആഡഡ് ഷുഗർ അല്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒന്നും കൂടി മിലാഫ് കോളയും ബെറ്റർ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന ഓനും കുടിച്ചിട്ട് ഓനക്ക് അത്രക്ക് പറ്റിയില്ല. പക്ഷേ എനിക്ക് അത്ര മോശമായിട്ടും തോന്നിയില്ല. അപ്പോൾ ഞാൻ കുറേ ആൾക്കാരെ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് എന്താ പറയുക, അതിലെ കമൻറ്റ് വായിച്ചു നോക്കി. അപ്പോൾ അവർ പറഞ്ഞു 1 ടൈം ആയിട്ടുള്ളൂ, അതിനകത്തുള്ളത് ഇല്ലയെന്ന്. അതൊക്കെ അവരുടേതായിട്ടുള്ളൊരു അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ജസ്റ്റ് കമൻറ്റ് ഇടി. അപ്പോൾ കുടിക്കാത്തവരുണ്ടെന്ന് കുടിച്ച് നോക്കുക. ഇതിനായിട്ട് പോയി കുടിക്കണമെന്നില്ല, എവിടെയും പോകുമ്പോൾ അവസരങ്ങൾ കിട്ടുമ്പോൾ കുടിക്കുക. എന്തായാലും ജീവിതത്തിൽ ഇങ്ങനത്തെ ഓരോന്ന് ഇറങ്ങുമ്പോൾ ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണല്ലോ, അതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ കുടിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. പിന്നെ ഇത് സൗദീൻ്റെ പ്രൊഡക്റ്റാണ്, എന്തിനാണ് ഇറക്കിയത് എന്നുള്ളതും നിങ്ങൾക്ക് ഉദ്ദേശങ്ങൾ അറിയാം. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താണെന്നുള്ള നിങ്ങളെ രീതിയിൽ മിലാഫ് കോളയാണോ അതോ നമ്മുടെ കോളയാണോ ബെറ്റർ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ട് അറിയിച്ചാൽ സന്തോഷമായി. ഇനി ഈ ഫ്രിഡ്ജിൽ കാണുന്ന ഏത് ഡ്രിങ്ക് വേണമെങ്കിലും നമുക്ക് എടുത്ത് ടേസ്റ്റ് ചെയ്യാം, ടെസ്റ്റ് അടിക്കാം. നിങ്ങൾ കമന്റ് ഇട്ടോളി, അത് നമുക്ക് ചെയ്യാട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഇവനക്ക് കുടിച്ചിട്ട് പറ്റിയിട്ടില്ല. അതാ പറഞ്ഞത്, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണെന്ന്.